ഇലക്ഷന്റെ ചൂടായിരിക്കും അല്ലേ? നല്ല ചൂടാണ്, കേരളം മുഴുവൻ ചൂടാണ്. നമ്മുടെ കേരളത്തിലെ ഇപ്പൊ ത്രികോണ മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് നിൽക്കുന്ന ഒരു മണ്ഡലമുണ്ട്. തൃശ്ശൂരാണ് ഉദ്ദേശിച്ചത്? അതെ, തൃശ്ശൂർ തന്നെയാ. കേരളം രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലം. പിന്നെ തീർച്ചയായും, കാരണം കേരളത്തിൽ തന്നെ നമ്മളിപ്പം 2 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴും 2021 ഫലത്തിലും ഏകദേശം 13 മണ്ഡലത്തിൽ 12 മണ്ഡലവും CPM അനുകൂലമായിട്ട് അല്ലെങ്കിൽ LDF ഭരിച്ച ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അപ്പോൾ ആ തൃശ്ശൂരിനെ പറ്റി നമുക്ക് തീർച്ചയായും ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും. അവിടെ ഏത് മുന്നണി? പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം 24 കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ്. അപ്പോൾ തീർച്ചയായും ഇപ്പോഴത്തെ ഈ മത്സരത്തിൽ ഈ ഒരു കനത്ത മത്സരം വരുമ്പോഴത്തേക്കും നമ്മളത് ഈ ത്രികോണ മത്സരം എന്ന് പറയാൻ തന്നെ കാരണം എന്താണ്? 3 കക്ഷികളും വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുന്നു തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതെ, അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കരുണാകരന്റെ മകൾ പത്മജ കോൺഗ്രസിൽ നിന്ന് വിട്ട് NDAയിലേക്ക് സ്ഥാനം മാറി എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. സ്ഥാനത്തിന് വേണ്ടിയിട്ട് അവർ മത്സരിക്കുന്നത്. കാരണം കരുണാകരന്റെ ചരിത്രം നോക്കുക, കരുണാകരൻ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിൽ തന്നെ തൃശ്ശൂർ അത്രയും 1957 കേരള സംസ്ഥാനം രൂപീകരിച്ചത് മുതൽ 1970 വരെയുള്ള കാലഘട്ടത്തിൽ കരുണാകരന്റെ കോട്ടയായിരുന്നു തൃശ്ശൂർ എന്ന് പറയുന്നത്. ആ തൃശ്ശൂർ റൂട്ടുള്ള മണ്ണാണ് അവര്. ആ തൃശ്ശൂരിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന് ഇപ്പൊ ആ കോൺഗ്രസിൽ നിന്ന് വിട്ടുമാറി NDAയിലേക്ക് മത്സരിക്കുമ്പോൾ അത് പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ച് ഉചിതമായ ഒരു തീരുമാനമാണെന്ന് തോന്നുന്നുണ്ടോ? 2 വശങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസ്സുകാർ, അതായത് അടിയുറച്ച കോൺഗ്രസ്സുകാർ എന്തായാലും ഇതിനെ നല്ല രീതിയിൽ കാണില്ല. അവർ ചെയ്തത് വളരെ മോശമാണ് എന്നുള്ളതാണ് അവരുടെ ഒരു പെർസ്പെക്റ്റീവ്. അതുകൊണ്ട് തന്നെ ഇവർ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല പത്മജയ്ക്ക്. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് പത്മജ ചെയ്തത് ചിലപ്പോൾ നല്ലതായിരിക്കാം, BJP ആണ് ഇവിടെ വേണ്ടത് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ മാറി ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്. കേരളത്തിലുടനീളമുണ്ട്, അതുപോലെ തന്നെ തൃശ്ശൂരും ഉണ്ട്. അവരെ സംബന്ധിച്ച് ഇത് വളരെ നല്ല തീരുമാനമാണ്. 2 രീതിയിലും പത്മജയെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കും ഇത് തന്നെയാണ് അവസ്ഥ. അതായത് പത്മജ വേണുഗോപാൽ എന്നുള്ള പേര് കരുണാകരന്റെ മകളായതുകൊണ്ടുള്ള വോട്ട് കിട്ടാനും വോട്ട് മറയാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലോക്സഭയിൽ കഴിഞ്ഞ തവണ മുരളീധരന് നഷ്ടപ്പെട്ടതാണ്, വലിയ രീതിയിൽ പരാജയപ്പെട്ട മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ തവണ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലോടുകൂടി തന്നെയാണ് തൃശ്ശൂരിനെ സമീപിക്കുന്നത്. പക്ഷെ പുതിയ കണക്കുകൾ വരുന്നത് പ്രകാരം LDFനേക്കാൾ സാധ്യത ഇത്തവണ UDFനാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പം കോർപ്പറേഷൻ മാത്രമല്ല, നമ്മുടെ കഴിഞ്ഞ മേയർ ഇപ്പൊ എന്താണ്, അദ്ദേഹം UDF സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ ഇതിൽ കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ സംബന്ധിച്ച് UDF കോർപ്പറേഷൻ മേയർ ആയിരുന്നു അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? രാജൻ ജയ്പല്ലേ. യെസ്. അപ്പം അദ്ദേഹം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തിലും അതുപോലെ തൃശ്ശൂരിന്റെ മണ്ണിലും വലിയ പരിചയ സമ്പത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഈ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പിന്. അപ്പം അമൃതയുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ തവണ തൃശ്ശൂരിൽ ഈ ത്രികോണ മത്സരത്തില് തൃശ്ശൂർ മണ്ഡലം ആരായിരിക്കും, ഏത് മുന്നണിയായിരിക്കും? കോൺഗ്രസ് സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാകില്ല. എനിക്ക് തോന്നുന്നത് LDFനേക്കാൾ കൂടുതൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു മത്സരമാണ് അവിടെ നടക്കുന്നതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് കഴിഞ്ഞ തവണ ലോക്സഭയിലൊക്കെ ഉണ്ടായ പരാജയങ്ങളൊക്കെ അവര് തിരുത്തിക്കൊണ്ട് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ ആയിട്ട് തൃശ്ശൂരേക്ക് വരികയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം 10 വർഷമായിട്ട് ഇവിടെ LDF ആണ് ഭരിക്കുന്നത്. അപ്പം അതിന്റെ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുടനീളമുണ്ട്. അത് UDFന് വോട്ടായിട്ട് പരിണമിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അവിടെ. പിന്നെ അത് മാത്രമല്ല, ഈ NDA സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ പത്മജ വന്നതുകൊണ്ട് തന്നെ തീർച്ചയായും തികഞ്ഞ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ആൾക്കാര് അതെ ആ വോട്ടും കൂടെ തീർച്ചയായും കോൺഗ്രസിലേക്ക് തന്നെ. പത്മജന്റെ ഒരു സാധ്യത കൂടി നമ്മൾ മനസ്സിലാക്കണം. സുരേഷ് ഗോപി എഫക്റ്റ് ഉണ്ട് അവിടെ. കാരണം തൃശ്ശൂര് നിഷ്പക്ഷ വോട്ടുകളിലും അതുപോലെ പിന്നെ സീറോ മലബാർ സഭയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് വലിയ രീതിയിൽ വിജയിച്ച ആളാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി നേരിട്ടിറങ്ങും പത്മജയ്ക്ക് വോട്ടുകൾ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കാര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമുക്കത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. സുരേഷ് ഗോപിക്ക് ഒരു ബദലും സാംസ്കാരിക മേഖലയിൽ തന്നെ അങ്ങനെ ഒരു അതുകൊണ്ടാണ് നമ്മളെ ആലങ്കോട് ലീലാകൃഷ്ണനെ LDF ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ LDFന് 900-ലധികം വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ചെറിയൊരു ഭൂരിപക്ഷത്തിൽ മാത്രമാണ് LDFന് കോട്ട കിട്ടിയത്, തൃശ്ശൂർ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അവർക്ക് എങ്ങനെങ്കിലും മാക്സിമം വോട്ട് കിട്ടാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ LDF ഇത്തവണ അവിടെ വന്നില്ല എങ്കിൽ LDFന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അതൊരു അപമാന ഭാരമാകുമോ? അതോ അല്ല, അങ്ങനെയില്ല. കാരണം തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരാളുടെ ഒരു പർട്ടിക്കുലർ കോട്ടയൊന്നുമല്ല. തീർച്ചയായും പിന്നെ കോൺഗ്രസും ഭരിച്ചിട്ടുണ്ട്, LDFും ഉണ്ട്. പിന്നെ നമ്മുടെ സുരേഷ് ഗോപി സാറ് പറയുന്ന പോലെ തൃശ്ശൂർ ഞാനിങ്ങനെ എടുക്കുവാന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ എല്ലാം ഉണ്ട്. ഇപ്പം താമര അവിടെ വിരിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിന് ഈ ഒരു 3 മുഖങ്ങളും നിലവിലുണ്ട്.
അതുകൊണ്ട് നമുക്ക് LDF കിട്ടണം അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരവും പിന്നെ UDF സാധ്യതകളൊക്കെ നമ്മൾ ആരായുമ്പം തൃശ്ശൂരും UDF ചെറിയാനുള്ള സാധ്യതകളുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കുറച്ച് വിഭാഗങ്ങളെയൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് മനസ്സിലാവും. സീറോ മലബാർ സഭ വർഷങ്ങളായിട്ട് UDF കൂടെ നിന്ന സഭയാണ്. പക്ഷെ ഇപ്പം അവര് കഴിഞ്ഞ തവണ അതായത് BJP ലോക്സഭയിൽ BJPക്കാണ് അവർ വോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ജയിച്ചത്. അതുപോലെ തന്നെ NSS നായർ സമുദായത്തിന്റെ ഇടയിലും ഈ ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. UDF ചെയ്യുന്ന വോട്ട് LDF ചെയ്യുന്ന വോട്ട്, അതേപോലെ തന്നെ BJPക്കും വിള്ളൽ, BJPയും അതിൽ നിന്നിട്ട് വോട്ടുകൾ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഈഴവ വോട്ടുകൾ, ദളിത് വോട്ടുകൾ, മുസ്ലിം വോട്ടുകളിലൊക്കെ മുസ്ലിം വോട്ടുകളിൽ മാത്രമാണ് നമുക്ക് വിള്ളൽ സംഭവിച്ചിട്ടില്ല എന്ന് ഒന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യം. കാരണം അവർക്ക് BJP അവർ സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് ഒന്നെങ്കിൽ LDF അല്ലെങ്കിൽ UDF പക്ഷേ നിഷ്പക്ഷമായിട്ടുള്ള വിഭാഗത്തിന്റെ വോട്ട് ഒരു പക്ഷേ അതാണ് നമ്മൾ സത്യം പറഞ്ഞാൽ അവിടെ ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നത്. നിഷ്പക്ഷമായിട്ടുള്ള വിഭാഗം തന്നെയാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചിരുന്നത്. അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു വോട്ട് സാധ്യതയിൽ നമ്മൾ എപ്പോഴും, അതുകൊണ്ട് നമുക്ക് ഈ പറയാം ഇത് ത്രികോണ മത്സരമാണ്, ഇതിൽ ആരുടെയും സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. വോട്ടുകള് പിന്നെ നമ്മുടെ വിജയ സാധ്യതയെ നിർണ്ണയിക്കുമെങ്കിലും അവിടെ പത്മജ വേണുഗോപാലിന് ആ നിഷ്പക്ഷ വോട്ടുകൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പുള്ളിക്കാരത്തിന്റെ ലെഗസി അതിന് വിരുദ്ധമായിട്ടാണ് നിൽക്കുന്നത്. പുള്ളിക്കാരത്തി K കരുണാകരന്റെ മകളാണ്. അങ്ങനെയുള്ള ഒരു മകള് ഇവിടേക്ക് ട്രെൻഡ് മാറുകയാണ്. ഇവിടെ ഇപ്പൊ ഒരു ട്രെൻഡായിട്ട് മാറുകയാണ്. ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മകൻ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ തന്നെ BJP ചേരുമായിരുന്നു എന്ന് പറഞ്ഞ പ്രസ്താവന തന്നെ അതിന് വലിയ ഉദാഹരണം. എന്തായാലും ജനങ്ങളുടെ തീരുമാനം നമുക്ക് തെരഞ്ഞെടുപ്പിലൂടെ തന്നെ കണ്ടത്. തികഞ്ഞ ത്രികോണ മത്സരം നടക്കാൻ കഴിഞ്ഞ തവണ നടന്നത് എന്താണെന്ന് വെച്ചാൽ 30%-ലധികം സീറ്റുകൾ 3 മുന്നണികളും നേടിയ ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. 30% എന്ന് പറയുന്നത് വലിയ ഇതാണ്. 3 വിഭാഗങ്ങളും 3 മുന്നണികളും ചേർന്നിട്ട് നേടിയതാണ്. അതുകൊണ്ട് ഇത്തവണ നല്ല കടുത്ത മത്സരം നടക്കാനുള്ള സാധ്യതയുണ്ട്. ആരായിരിക്കും അല്ലെങ്കിൽ ആരെയാണ് അവർ തെരഞ്ഞെടുക്കുന്നതെന്ന് കണ്ടറിയേണ്ട കാര്യവുമാണ്.